കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. റാമിനെ പുറത്താക്കുന്നതുവരെ ഡെന്റൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒന്നാം വർഷ BDS വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ചു. കോളേജിനെതിരെ പൂർവ്വ വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ രക്ഷിതാക്കൾ റാമിനെതിരെ പരാതിയും നൽകി. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു. ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട് അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞതൊക്കെ ഇയാൾ വളരെ മോശമായി. അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്ന മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മളവിടുന്ന് സംസാരിച്ച കാര്യം. നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് ക്യാമ്പസിലെത്തിയ രക്ഷിതാക്കളും പ്രതികരിച്ചത്. എന്തായാലും ഡോക്ടർ റാമിനെതിരെ വലിയ തോതിലുള്ള ഗുരുതരമായ ആരോപണമാണ് ഇവർ ഇന്ന് ഉന്നയിച്ചത്. പ്രധാനമായും ഈ പെൺകുട്ടികളെയൊക്കെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി വേസ്റ്റ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. അതോടൊപ്പം വലിയ തോതിൽ ഈ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരൊക്കെ ഈ കണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ ചീത്തവിളികൾ ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇന്നുണ്ടായത്. വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിലുണ്ടായത്. ഇന്ന് ഒന്നാം വർഷം, അതായത് നിതിൻ രാജിൻ്റെ സഹപാഠികളും കോളേജിലെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരാണ് വലിയ തോതിലുള്ള ആരോപണമായി ഇന്ന് രംഗത്തെത്തിയത്. എന്തായാലും കോട്ട് ഊരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ക്യാമ്പസിൽ നടന്നത്. ആദ്യം കോട്ടിൽ കണ്ണീരണിഞ്ഞു, പിന്നീട് അതിൽ ചോര പൊടിഞ്ഞു എന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അത്രത്തോളം വലിയ സങ്കടത്തിലായിരുന്നു വിദ്യാർത്ഥികൾ, വലിയ പ്രതിഷേധത്തിലായിരുന്നു. റാമിനെതിരെ, ഈ അധ്യാപകനായ റാമിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. ഈ കോട്ട് തന്നത് അച്ഛന്റെ അമ്മയുടെ വേർപ്പാണ്. ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധവും അഞ്ചരക്കണ്ടിയിലുണ്ടായി. റാമിന്റെ ക്ലിനിക്കിലേക്കായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ചെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. എന്തായാലും പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. പോലീസ് അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുന്നു. 6 ദിവസമായിട്ടും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത നടപടിയിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇതോടൊപ്പം മാനേജ്മെന്റിനെതിരെയും വലിയ പരാതിയുണ്ട്. മാനേജ്മെന്റ് ഈ ഒരു അധ്യാപകന് കൂട്ടുനിൽക്കുന്നു എന്ന ഒരു പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അതുതന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന വർഷ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ വിദ്യാർത്ഥികളും എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നിതിൻ്റെ സഹപാഠികൾ ഉൾപ്പെടെ ഇന്ന് കോളേജിലെത്തി. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടായി. അതോടൊപ്പം രക്ഷിതാക്കളുടെ ഭാഗത്തും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇനി ക്ലാസ്സുകളിലേക്ക് കയറില്ല എന്ന തീരുമാനത്തിലാണ് ഇവർ ഉള്ളത്. കോട്ട് ഊരിവെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിലും കടക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കുടുംബവും ഇത് തന്നെയാണ് ആവശ്യമുന്നയിക്കുന്നത്. ഈ ആരോപണ വിധേയരായ അധ്യാപകരെ രക്ഷിക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതെന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധം തന്നെയായിരിക്കും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുക. KV ബൈജു, ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.